ഭക്തിനിർഭരമായ കാത്തിരിപ്പിന് വിരാമം. ചരിത്രപ്രസിദ്ധമായ അരൂർ വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് ഗന്ധർവസ്വാമിക്ക് പള്ളിക്കാപ്പ് ചാർത്തലോടുകൂടി ആരംഭം കുറിക്കുന്നു. 1201 ആണ്ടിലെ ഈ പുണ്യ മഹോത്സവം 2026 മാർച്ച് 4 മുതൽ 8 വരെ നടക്കുന്നു. 5 നാളുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ: ഗന്ധർവക്കളം, സർപ്പക്കളം, മഹാദീപാരാധന, മറിവിളക്കെഴുന്നള്ളിപ്പ്, പ്രൗഢഗംഭീരമായ 27ഓളം ഗരുഡ വാഹനം എഴുന്നള്ളിപ്പ്, വർണ്ണാഭമായ താലപ്പൊലി, അങ്ങനെ വിശേഷപ്പെട്ട ചടങ്ങുകളാൽ അരൂർ ഭക്തിസാന്ദ്രമാകും. കൂടാതെ മാർച്ച് 15-ന് ഐശ്വര്യദായകമായ 7ാം പൂജയും വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ സ്വാമിയുടെയും ശ്രീ ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹം തേടി നമുക്കൊന്നിക്കാം. ഭക്തിയും കലയും ഒത്തുചേരുന്ന ഈ മഹാമഹത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ടാഗോർ എൽഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്യുമെന്ററി ഫിലിം പ്രദർശനം സംഘടിപ്പിച്ചു. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആഹ്വാനം ചെയ്തിരുന്ന റിപ്പബ്ലിക് സദസ് പരിപാടിയുടെ ഭാഗമായി ടാഗോർ എൽഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഉൾക്കൊള്ളുന്ന ഡോക്യുമെന്ററി ഫിലിം പ്രദർശനം സംഘടിപ്പിച്ചു. നേതാജി എന്ന ഹ്രസ്വചിത്രവും ആസാദി എന്ന ഹിന്ദി ചിത്രവുമാണ് പ്രദർശിപ്പിച്ചത്. സമരാവേശ ചരിത്രത്തിന്റെ എല്ലാ പ്രധാന സംഭവങ്ങളും ഉൾപ്പെടെ സ്വതന്ത്ര ലബ്ധി വരെയുള്ള ചിത്രം കാണിക്കലിൽ രാഷ്ട്രീയ ബോധത്തിന്റെയും ദേശഭക്തിയുടെയും സ്വയം സമർപ്പണത്തിന്റെയും മതേതരത്വത്തിന്റെയും റിപ്പബ്ലിക്കിന്റെയും മഹത്തായ സന്ദേശം നൽകിയിരുന്നു. കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം CV സോമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലൈബ്രറി സെക്രട്ടറി PP ജയപ്രകാശ് വേദി പങ്കിട്ടു. ലൈബ്രറി അംഗമായ VC ജോസഫ് പ്രസ്തുത ഹ്രസ്വചിത്രങ്ങളുടെ നിർമ്മാണം, അവതരണം, സംവിധാനം എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. എൽഡേഴ്സ് ഫോറം സെക്രട്ടറി KJ ജോസഫ് സ്വാഗതവും MR ശശി കൃതജ്ഞതയും രേഖപ്പെടുത്തി. സിനിമയെ സംബന്ധിച്ചിടത്തോളം ശ്രീ VC ജോസഫ് ഒരു അതോറിറ്റിയാണ്. നമ്മൾ ടാഗോർ ടാക്കീസ് നിരവധിയായ പരിപാടികളിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ ലോകപ്രശസ്തമായ സിനിമകൾ പലതും ഇവിടെ അവതരിപ്പിക്കുകയും അതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള അഭിപ്രായങ്ങളും വിശകലനങ്ങളും ഒക്കെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം 2 ഡോക്യുമെൻ്ററികൾ ഇവിടെ അവതരിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ജനങ്ങളിലെ ജനാധിപത്യ ബോധത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പലപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യം അപകടത്തിലായോ എന്ന് പോലും സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ എന്ത് ജീവിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം, എന്ത് ആഹാരം കഴിക്കണം, ഏത് രീതിയിൽ വസ്ത്രം ധരിക്കണം, എന്ത് പറയണം, എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഏത് രീതിയിൽ നമ്മൾ ജീവിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ പലതും വന്ന് മനുഷ്യനെ ഇപ്പോൾ നമ്മൾ ഒരു പക്ഷേ ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർന്നു പോകുന്ന രാജ്യം ഉയർന്നു പോകുന്ന ഒരു രംഗം നമ്മളുണ്ട്. അതേപോലെ നമ്മൾ എല്ലാവിധത്തിലുള്ള ഇത്തരം നിർദ്ദേശങ്ങളും ഇതേപോലത്തെ എന്താ പറയുക, സർക്കാരിൻ്റെയും അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളിലും മറ്റു രീതിയിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളെ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.